ഒരാൾ ബിദ്അത്തുകാരനായി മാറിയാൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന, ഇല്ലാത്ത നോമ്പും നിസ്കാരവും ദിക്റും സലാത്തും ഒക്കെയായി ഊരുചുറ്റുന്ന, മക്ബറകളിൽ കിടന്നുകൊണ്ട് മക്ബറകളെ ചുംബിക്കുന്ന, ദർഗകളുടെ ചുറ്റും തവാഫ് ചെയ്യുന്ന, അവിടെ വിളക്ക് കൊളുത്തുന്ന, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന ശിർക്കും കുഫറും ബിദ്അത്തുകളുമൊക്കെ ഒരാളുടെ മനസ്സിൽ നന്നായി വന്നു കഴിഞ്ഞാൽ ശൈത്താൻ വളരെ സംതൃപ്തനായി. അയാളെക്കുറിച്ച് പിന്നെ ശൈത്താന് പിന്നെ കൂടുതൽ ശ്രമമൊന്നും ആവശ്യമില്ല. ഇതിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ശൈത്താൻ പിന്മാറുമോ? ഒരാളെ ശിർക്ക് ചെയ്യാൻ അവന് സാധിക്കുന്നില്ല, മുശ്രിക്കാക്കാൻ പറ്റുന്നില്ല, കാഫിറാക്കാൻ പറ്റുന്നില്ല, ബിദ്അത്തുകാരനാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ കാര്യത്തിലും ശൈത്താന് പിന്മാറുമൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവനെ കൊണ്ട് വൻപാപങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കും. വ്യഭിചാരം, അതുപോലെ തന്നെ പലിശ, വേണ്ടാത്ത കാര്യങ്ങൾ കാണൽ, ആസ്വദിക്കൽ, കേൾക്കൽ, ആ രൂപത്തിലുള്ള ഹറാമായ പാപങ്ങൾ ഒരുപാട് അവൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നോക്കും. അങ്ങനെ അത് ചെയ്ത് കിട്ടിയാൽ ശൈത്താന് പിന്നെ സന്തോഷമായി, പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാലോ. അതിലും ഒരാൾ ലഭിച്ചിട്ടില്ലെങ്കിൽ ചെറുദോഷങ്ങൾ ധാരാളമായി നിരന്തരം ചെയ്യിപ്പിക്കും. അങ്ങനെ കുറേ ചെറുദോഷങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുക? അവൻ മഹാപാപിയായി മാറും. അങ്ങനെ മനുഷ്യനെ പഴപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് അവൻ്റെ അടുത്ത ശ്രമം. അതിനും സാധിച്ചിട്ടില്ലെങ്കിലോ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സമയം ഇങ്ങനെ അവനെ കൊണ്ട് പ്രേരിപ്പിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവനൊരു മൂഡ് തോന്നൂല. എന്നാ ഹറാമൊന്നും അല്ലതാനും അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കുറേ സമയം ചെയ്യാൻ യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവൻ്റെ മനസ്സിനെ കൊണ്ടുപോകും. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ അവിടെ മാറ്റിവെച്ച് ഒരു പ്രതിഫലവുമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവൻ്റെ മനസ്സിനെ കൊണ്ടുപോകും. ഇതാണ് ശൈത്താൻ ചെയ്യുന്ന വേറൊരു രീതി. ഇനി ഇബാദത്തുകളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ശൈത്താൻ സ്വീകരിക്കുന്ന രീതി എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇബാദത്തുകളിൽ ശൈത്താൻ ഇടപെടുന്ന രീതിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഗൗരവത്തോടു കൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇപ്പം നമസ്കാരം, ഉദാഹരണം നമസ്കാരം, ശൈത്താൻ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും, നിസ്കരിക്കണ്ടടാ, എന്താ നിസ്കരിച്ചിട്ടൊക്കെ പ്രയോജനം? അപ്പോൾ ഒരുവിധമുള്ള ആളുകളൊക്കെ അവനെ നിസ്കരിക്കാൻ പോകൂല, നിസ്കാരം ഒഴിവാക്കി. അപ്പം ശൈത്താന് വളരെ സന്തോഷമായി, പിന്നെ അവരിൽ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാനില്ല. ഇനി ഒരാൾ കുറച്ചൊക്കെ ഈമാനുള്ള ആളാണ്, ശൈത്താൻ്റെ ആ വലയിലൊന്നും വീണില്ല, അയാൾ നിസ്കരിക്കാൻ പോകുന്നതാണ്, അയാൾ പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ജമാഅത്തിന് പോകുന്നുണ്ട്. എന്നാ ശൈത്താൻ അയാളെ വിടുവോ? വിടൂല. അവൻ്റെ അടുത്ത തന്ത്രം എന്താണെന്നറിയോ? ആ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടാത്ത നിയ്യത്തുണ്ടാക്കുക. ശൈത്താൻ്റെ അടുത്ത സ്റ്റെപ്പ് അതാണ്. ഇയാൾ പള്ളിയിൽ പോകാതിരിക്കൂല എന്ന് മനസ്സിലായാലും വിടൂല. ഇനി പോകുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനം കൊടുക്കുമെന്ത്? സുബഹിക്കൊക്കെ ഇയാൾ പള്ളിയിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്ന് നാലാൾ അറിയട്ടെ എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് ഇയാൾ പള്ളിയിലേക്ക് വരുന്നതെങ്കിലോ ശൈത്താൻ അവിടെ വിജയിച്ചു. അവൻ സുബഹി നിസ്കരിച്ചത് വെറുതെ ആയി, കാരണം ലോകമാന്യവും റിയാവുമല്ലേ. ഇനി അതിലും ഒരാളെ കിട്ടിയില്ല, അയാൾ അള്ളാഹുവിന് വേണ്ടി തന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. എന്നാ ശൈത്താൻ വിടുവോ? വിടൂല. ശൈത്താൻ അവൻ്റെ അടുത്ത നമ്പർ ഇറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് വിളി കേട്ടാൽ ശൈത്താൻ ഓടിപ്പോകും, ഇഖാമത്ത് കേട്ടാലും ഓടിപ്പോകും. പക്ഷേ നിസ്കാരിക്കാൻ വേണ്ടി വിശ്വാസി കൈകെട്ടിക്കഴിഞ്ഞാൽ ശൈത്താൻ വരും. വന്നിട്ട് നീ ഇപ്രകാരമൊക്കെ ഓർത്തോ, ഇപ്രകാരമൊക്കെ ചിന്തിച്ചോ എന്നിങ്ങനെ അവൻ്റെ മനസ്സിൽ വേണ്ടാത്ത രൂപത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി അവൻ്റെ മുസല്ലയിൽ അവൻ നിൽക്കുന്നു എന്നേയുള്ളൂ. പക്ഷേ അവൻ്റെ ചിന്തയിൽ മറ്റെന്തൊക്കെയാണ് കടന്നു വരുന്നത്? അവൻ്റെ കച്ചവടമുണ്ട്, അവൻ്റെ ബിസിനസ്സുണ്ട്, അവൻ്റെ കുടുംബങ്ങളുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയ കാര്യമുണ്ട്, അതുപോലെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് ഹത്താലായദിരീ കം സല്ലാ, എത്രയാണ് അവൻ നിസ്കരിച്ചത്? സലാസന്നം അർബഅ, 3 നിസ്കരിച്ചത്, 4 നിസ്കരിച്ചത് എന്ന് വരെ അവന് തോന്നാത്ത നിലക്ക്, അറിയാത്ത നിലക്ക് അവനെ വസ്വാസിലാക്കും. അപ്പോഴും ശൈത്താന് തൃപ്തിയായി. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ ശൈത്താൻ മനുഷ്യനെ വിടാതെ പിടികൂടും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, മനുഷ്യ സൂക്ഷിച്ചോ, വളരെ സൂക്ഷിച്ചോ, നിന്നെ ഒരിക്കലും നന്നാകാൻ വിടൂല ശൈത്താൻ. ശൈത്താൻ നിന്നെ പഴപ്പിച്ചേ അടങ്ങുകയുള്ളൂ എന്ന് കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നുകിൽ മനുഷ്യനെ വിശ്വാസികളായ ആളുകളുടെ വിശ്വാസം തെറ്റിക്കും, വിശ്വാസം തെറ്റിക്കാൻ സാധ്യമായില്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യിപ്പിക്കും, ഹറാമുകൾ ചെയ്യിപ്പിക്കും, തോന്നിവാസങ്ങൾ ചെയ്യിപ്പിക്കും, വിവിധ മാർഗങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തും, ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരമായി അവൻ്റെ മനസ്സിൽ പണിയെടുപ്പിക്കും. ഒന്നുകിൽ ഇസ്ലാമിൽ ഉള്ളത് തീരെ ചെയ്യാതാക്കും, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ അധികം ചെയ്യാൻ വേണ്ടി പറയും. അതാണ് ബിദ്അത്തൊക്കെ ചെയ്യാൻ വേണ്ടി പറയുക, ബിദ്അത്തുകളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഒന്നുകിൽ തീരെ ചെയ്യാതാക്കും, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യിപ്പിക്കും. രണ്ടിൻ്റെയും ഇടയിലാണല്ലോ സത്യമുള്ളത്. തീവ്രതക്കും ജീർണതക്കും മധ്യയാണ് ഇസ്ലാം ഉള്ളത്. അതാണ് നേർവഴിയും. ആ നേർവഴിയിൽ പ്രവേശിക്കാൻ സമ്മതിക്കാതെ അവിടെ പല രൂപത്തിലുള്ള ഫിത്നകളും ശൈത്താൻ ഉണ്ടാക്കും. അവൻ്റെ നമ്പറുകൾ, ശൈത്താൻ്റെ നമ്പറുകൾ 1, 2, 3, 4 ഒന്നുമല്ല, നിരവധിയാണ്, അനവധിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താനി, ആരെങ്കിലും പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റുന്നതായാൽ, വമൻ യത്തബിഉ, ആരെങ്കിലും പിൻപറ്റുന്ന പക്ഷം, ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ, ഫഇന്നഹു, തീർച്ചയായും ആ ശൈത്താൻ, യഅ്മുറു ബിൽ ഫഹ്ശാ, അവൻ നീചമായ കാര്യങ്ങൾ കൊണ്ടാണ് കൽപ്പിക്കുന്നത്, വൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യത്തിനും ദുരാചാരത്തിനും നീചമായ കാര്യങ്ങൾക്കും വേണ്ടിയാണ് ശൈത്താൻ മനുഷ്യനോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് പെട്ടുപോകരുതേ, അവനെക്കുറിച്ച് വളരെ ജാഗ്രത നിങ്ങൾക്ക് വേണം. അതിനുള്ള മാർഗങ്ങളാണ് അല്ലാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. നിത്യജീവിതത്തിലുള്ള ദുആകളിലും ദിക്റുകളിലും പിശാചിൻ്റെതായ ശർറിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരുപാട് ദിക്റുകളും ദുആകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ ഓതാനിരിക്കുന്ന വേളയിൽ പോലും ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഭിശപ്തനായ ശൈത്താന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് നീ കാവൽ ചോദിക്കണേ, നീ ഖുർആൻ ഓതാൻ ഒരുങ്ങിയാൽ പോലുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഏത് നന്മയുടെ മാർഗത്തിലും അത് മുടക്കാൻ ശൈത്താൻ ഉണ്ടാകും. ഹജ്ജിന് പോകാൻ സമ്മതിക്കൂല. ഇനി പോകുകയാണെങ്കിൽ ആൾക്കാരറിയാൻ ഹാജി എന്ന പേര് കിട്ടാനാക്കി തീർക്കും. നിയത്തിൽ കളങ്കമുണ്ടാക്കും. സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയും. ഇനി കൊടുത്തേ തീരുവെന്നുണ്ടെങ്കിൽ ധർമ്മിഷ്ഠനാണ്, അയാൾ പാവങ്ങൾക്ക് റിലീഫിലൊക്കെ വളരെ മുന്നോട്ട് നിൽക്കുന്നവനാണ് എന്ന പേര് കിട്ടാൻ വേണ്ടിയാക്കി തീർക്കും. എങ്ങനെയെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യാതെയാക്കും. ഇനി ചെയ്യുന്നുവെങ്കിൽ അത് ബാത്തിലാക്കി കളയും. ഇതാണ് ശൈത്താൻ. ഇത് വളരെ ഗൗരവത്തോടെ അള്ളാഹു നമ്മളോട് പറയാണ്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, സൂക്ഷിച്ചോളണം. ഇത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക.